Hello everyone, welcome to my new video. This is an introduction video for plus 1 botany students. So this include what is botany, plus 1 exam pattern, plus 1 botany syllabus and some common terms used in botany. So let's go to the video. All of you know this is our planet, the Earth. Why does Earth differ from other planets? Yes, the presence of life. The presence of life make it differ from other planets. Then, what are the living organisms can be seen on this Earth? Yes, we can see plants, animals and microorganisms. അല്ലേ, നമ്മുടെ ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മൈക്രോ ഓർഗാനിസംസ്, ആനിമൽസ്, പ്ലാന്റ്സ് പോലെയുള്ള ജീവജാലങ്ങളെ കാണുന്നത് കൊണ്ടാണ് അല്ലേ. ഈ ജീവജാലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ജീവന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്. ഓക്കെ, so living organisms can be classified into plants, animals and microorganisms. Okay, then which is the subject deals with these living organisms? Yes, it is our biology. Okay, biology, ജീവശാസ്ത്രം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളുടെ ഈ ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ ലൈഫ് സബ്ജക്റ്റ്. ദെൻ നമ്മൾ ഇതിൻ്റെ അകത്താണ് എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചിട്ടും, അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പഠിച്ച് വരുന്നത്. ഓക്കെ, ഇനി +1 onwards, this biology can be divided into two disciplines, that is botany and zoology. Botany is the plant science and zoology is the animal science. Okay, biology is the branch of science which deals with living organisms, and biology again divided into two disciplines, that is botany and zoology. Botany is the plant science and zoology is the animal science. Okay, our subject is botany. Botany spelling തെറ്റിപ്പോരുത്. ബോട്ടണിയുടെ സ്പെല്ലിംഗ് എന്താണ്? BOTANY, ബോട്ടണി. ഓക്കെ, അപ്പോൾ ബോട്ടണി എന്താണ്? ബോട്ടണി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് പ്ലാന്റ്സ് അല്ലേ. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന, സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ഒരു ശാസ്ത്രശാഖയാണ് ഏത്? ബോട്ടണി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ let's meet some great personalities. Do you know who is this? Yeah, it is Aristotle. Aristotle ആണ്. ഇദ്ദേഹം ആരാണ്? Aristotle is a Greek philosopher and known as father of biology. He is also known as the father of zoology. Okay, zoologyയുടെ പിതാവായിട്ടും ബയോളജിയുടെ പിതാവായിട്ടൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ് അല്ലേ. പിന്നെ ഈ ബോട്ടണിയുടെ പിതാവിനെ അറിയണ്ടേ? ബോട്ടണിയുടെ പിതാവാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ഇസ് ദ ഫാദർ ഓഫ് ബോട്ടണി. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ടു ദി എക്സാമിനേഷൻ പാറ്റേൺ. Both in +1 and +2 you have a paper biology having total marks of 80. 80 മാർക്കിൻ്റെ ഒരു പേപ്പറാണ് നിങ്ങൾക്കുള്ളത്. എന്താണ്? ബയോളജി അല്ലേ. ബയോളജി തന്നെയാണ് ആ പേപ്പറിൻ്റെ പേര്. പക്ഷേ നിങ്ങൾക്ക് എന്താണ്? അത് 2 സബ്ജക്റ്റായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, 30 മാർക്സ് ഓഫ് ബോട്ടണി ആൻഡ് 30 മാർക്സ് ഓഫ് സുവോളജി. 2 സബ്ജക്റ്റായിട്ടാണുള്ളത്. TE എന്ന് പറയുന്നത് ടെർമിനൽ ഇവാലുവേഷൻ്റെ മാർക്സ് ആണ്. CE കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻറ്റേർണൽ ആൻഡ് ദിസ് ഈസ് തിയറിയും ഇൻറ്റേർണലും. അപ്പോൾ +1ൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് +1 ആയാലും +2 ആയാലും നിങ്ങൾക്ക് ഒരേ ഒരു പേപ്പറാണുള്ളത്, ബയോളജി. ബട്ട് ബയോളജി ആയിട്ടല്ല എക്സാം എഴുതുന്നത്. 2 എക്സാം ആയിട്ടാണ് എഴുതുന്നത്. ആ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ
1 മണിക്കൂർ ബോട്ടണിക്കും 1 മണിക്കൂർ സുവോളജിക്കും തരും. അപ്പോൾ അങ്ങനെ ആ ബോട്ടണിയിൽ 30 മാർക്കിൻ്റെ ബോട്ടണിയും 30 മാർക്കിൻ്റെ സുവോളജിയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ടാണ് എന്ത് 60 അതേപോലെ തന്നെ CE മാർക്ക് 20 80 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, 80 മാർക്സിൻ്റെ എക്സാം ഇൻ ദാറ്റ് ബോട്ടണി ഓഫ് 30 മാർക്സ്. ഓക്കെ, then go to our +1 botany syllabus. There are 4 units in +1 botany. Each unit comprise so many chapters, not so many, 2 or more chapters. So altogether you have to study 11 chapters in +1 botany. Okay, let's look. Unit 1, diversity in the living world. In that, biological classification and plant kingdom. 2 chapters are there in the first unit, biological classification and plant kingdom. +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതായത് പ്ലാന്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് +1 നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് അതിൻ്റെ എന്താണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് വാട്ട് ഈസ് പ്ലാന്റ് കിങ്ഡം, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇൻ സെക്കൻഡ് യൂണിറ്റ്, ദ സെക്കൻഡ് യൂണിറ്റ് സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണ്. ഇൻ ദാറ്റ് ഓൾസോ ദർ ഈസ് 2 ചാപ്റ്റേഴ്സ്, morphology of flowering plants and anatomy of flowering plants. It is the structural organization of plants. It is about structural organization of plants, that is external features and internal features. External ആയിട്ടുള്ള പുറമേയുള്ള ബാഹ്യഘടനയെക്കുറിച്ചിട്ടും ആന്തരിക ഘടനയെക്കുറിച്ചിട്ടും പഠിക്കുന്ന അല്ലെ സ്ട്രക്ചറൽ, എങ്ങനെ ഹൗ ദ പ്ലാന്റ് ഈസ് മെയ്ഡ് ഓഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അവിടെയും 2 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ദെൻ യൂണിറ്റ് 3, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സെൽ, കോശത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 3ാമത്തെ യൂണിറ്റിൽ മുഴുവനായിട്ടുള്ള ചാപ്റ്റേഴ്സും കോശങ്ങളെ കുറിച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് 2 എണ്ണമാണ് നമുക്കുള്ളത്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സെല്ലിനെ കുറിച്ചിട്ടാണ് മൊത്തം അത് പറയുന്നത് അല്ലേ. വാട്ട് ഈസ് സെൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആൻഡ് ദ സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ ഓഫ് സെൽ എക്സെട്ര. അങ്ങനെയുള്ള കാര്യങ്ങളാണ് 3rd യൂണിറ്റിൽ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റ്, it's a big unit, plant physiology. Plant physiology means plant functions, the function of plant parts, etc. Okay, that include 5 chapters: transport in plants, mineral nutrition, photosynthesis in higher plants, respiration in plants, plant growth and development. There are 5 chapters and totally there are 11 chapters for study. Okay, then before going to our subject in detail, we have to know about our plant. അല്ലേ, നമ്മൾ സബ്ജക്റ്റ് പറയുന്നതിന് മുന്നേ നമുക്ക് പ്ലാന്റിനെ കുറിച്ചിട്ടൊന്ന് അറിയാം അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്നുകൂടി പറയാണ്. ദ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് നോൺ ആസ് റൂട്ട്സ് അല്ലേ. വേരുകളാണ് റൂട്ട്സ്. ദെൻ ഏരിയൽ പോർഷൻ, ദാറ്റ് ഈസ് സ്റ്റെം ഹാസ് ബ്രാഞ്ചസ് എക്സെട്ര. ദെൻ സ്റ്റെമ്മിൻ്റെ അകത്ത് കാണുന്ന വേറൊരു സ്ട്രക്ചറാണ് അല്ലേ, ഫ്ലട്ടൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ലീഫ്, ഇലകൾ. ദെൻ ഫ്ലവേഴ്സ് അല്ലേ, പൂക്കളുണ്ടാവാം, അതേപോലെ തന്നെ ഫ്രൂട്ട് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ +1 പഠിക്കുന്നത് മൊത്തം. അതിൻ്റെ അല്ലേ സ്ട്രക്ചർ, മോർഫോളജി, അനാട്ടമി, അതിൻ്റെ ഫങ്ഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ് പാർട്സിൻ്റെ ഫങ്ഷനും സ്ട്രക്ചറും ഒക്കെയാണ് നമ്മൾ ഈ +1 ബോട്ടണിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സം കോമൺ ടേംസ് ഇൻ ബോട്ടണി നോക്കാം. ഫസ്റ്റ് വൺ, സെൽ നിങ്ങൾക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സെൽ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ്. എവ്രി ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് cells. Okay, so you know the importance of cell and you already study what the different types of cells, that is animal cell, plant cell. Okay,
നെക്സ്റ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? കോശമാണ് അല്ലേ. കോശത്തിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസംസും എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കോശമാണ്. ഓക്കെ, നെക്സ്റ്റ് ടേം യൂണിസെല്ലുലാർ. വാട്ട് യു മീൻ ബൈ യൂണിസെല്ലുലാർ? യൂണിസെല്ലുലാർ മീൻസ് യൂണി മീൻസ് സിംഗിൾ അല്ലേ. സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഒരൊറ്റ കോശം കൊണ്ട് നിർമ്മിച്ചിട്ടാണ് ആ ജീവിയെങ്കിൽ അതിനെ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നു അല്ലേ. എന്താണ് എക്സാമ്പിൾ? നമ്മുടെ എല്ലാ അല്ല ചില മൈക്രോ ഓർഗാനിസംസ് അല്ലേ, നമ്മളെ ബാക്ടീരിയ അല്ലേ, അതുപോലെയുള്ള ചില ആൽഗേസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഏകകോശ ജീവികളെയാണ് എന്ത് പറയുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസം. നെക്സ്റ്റ് മൾട്ടി സെല്ലുലാർ മീൻസ് മോർ ദാൻ വൺ സെൽ അല്ലേ. എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ് അല്ലേ. നമ്മൾ മനുഷ്യന്മാരെല്ലാം ഒരു സെല്ലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല, സോ മെനി സെൽസ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ എന്ത് പറയുന്നു? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നെക്സ്റ്റ് പ്രോകാരിയോട്ട് മീൻസ് സെല്ലുലാർ ഓർഗാനിസം ദാറ്റ് ലാക്സ് an enveloped and closed nucleus. Prokaryotic cell means the cell lacks enveloped or enclosed cellular organelles. ഓക്കെ, ഈ ന്യൂക്ലിയസ് ആയാലും അല്ലെങ്കിൽ എല്ലാ സെൽ ഓർഗനൽസ് ആയാലും എന്താണ്, അതിനൊരു കവറിങ് ഇല്ലാതെ ഉള്ള സെല്ലിനെയാണ് പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ആ പ്രോകാരിയോട്ടിക് സെല്ലിലായിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രോകാരിയോട്ട്. ഓക്കെ, ദെൻ യൂകാരിയോട്ട് മീൻസ് യു മീൻസ് ട്രൂ കാരിയോട്ട്. പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. അപ്പം ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പ്രോകാരിയോട്ട് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് കാരിയോൺ, അതായത് ആ ന്യൂക്ലിയസിനെ ഒന്നും കൊണ്ട് കവർ ചെയ്തിട്ടില്ല, ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും ഇല്ലാത്തത്. അതേപോലെ തന്നെ യൂകാരിയോട്ട് എന്ന് പറയുമ്പോൾ ട്രൂ ന്യൂക്ലിയസ് ഉള്ളത്, അതായത് ഓർഗാനിസം ഹൂസ് സെൽസ് ഹാവ് എ ന്യൂക്ലിയസ് എൻക്ലോസ്ഡ് വിത്തിൻ എ ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയസ് ഈസ് കവേർഡ് ബൈ ന്യൂക്ലിയർ എൻവലപ്പ്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് പറയുന്നത് യൂകാരിയോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോട്രോഫ് മീൻസ് the organisms that can produce their own food. Example plants അല്ലേ. പ്ലാന്റ്സിന് എന്താണ്? സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോട്രോഫ്, സ്വപോഷികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്വപോഷികളല്ലാതെ നമ്മൾ മനുഷ്യന്മാരൊക്കെ എന്താണ്? യെസ്, ഹെറ്റീറോട്രോഫ് മീൻസ് ഓർഗാനിസം who depend on other organism for their food അല്ലേ. ഫുഡിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹെറ്റീറോട്രോഫ്. പിന്നെ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്, ഓൾ അതർ ആനിമൽസ് അല്ലേ. പ്ലാന്റ്സ് അല്ലാതെയുള്ള എല്ലാ ആനിമൽസിനെയും എന്തായിട്ട് കണക്കാക്കാം? ഹെറ്റീറോട്രോഫ്, പരപൂക്ഷികളെന്ന് കണക്കാക്കാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. Okay, let's see with another video.